ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ അഭിമാന താരമാണ് സഞ്ജു സാംസൺ. കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന സഞ്ജു ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ്. ഇന്ത്യയെ 2020 ലോകകപ്പ് കിരീടത്തിലേക്ക് അടക്കം നയിച്ച സഞ്ജു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ശ്രദ്ധേയ പ്രകടനമാണ് നടത്തുന്നത്. IPL ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പവും മിടുക്ക് കാട്ടാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ IPL സീസണിൽ ഇത് ആരാധകർക്ക് കാണാനും സാധിച്ചു. എന്നാൽ സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നത് വളരെ വിരളമാണെന്ന് പറയാം. അവസാന സീസണിലെ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു സാംസൺ കുറച്ച് മത്സരങ്ങൾ കളിച്ചിരുന്നു. എന്നാൽ പൊതുവെ പ്രധാനപ്പെട്ട ആഭ്യന്തര മത്സരങ്ങളിലൊന്നും സഞ്ജു കളിക്കുന്നുമില്ല. ഇത്തവണത്തെ കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു സാംസൺ കളിക്കുന്നില്ല. കൂടാതെ ദുലീപ് ട്രോഫിയിലും പങ്കെടുക്കുന്നില്ല. സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇവിടെ സഞ്ജുവിന് തിരിച്ചടിയാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാതിരിക്കുന്നത് താരത്തിൻ്റെ ഫോമിനെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് ശേഷം സഞ്ജു സാംസൺ ഇതുവരെ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല. സിംബാബ്വെക്കെതിരായ 2020 പരമ്പരയിൽ സഞ്ജുവിന് ടീമിൽ ഇടമില്ലായിരുന്നു. ഇനി നടക്കേണ്ടത് അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയാണ്. ഇതിലും സഞ്ജു സാംസന് ഇടം ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ട കാര്യവുമാണ്. സെപ്റ്റംബർ 13 ഈ പരമ്പര ആരംഭിക്കുന്നത്. ഇതിന് ശേഷമാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുക. സഞ്ജു സാംസൺ ഈ 2 പരമ്പരയിലും കളിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതേസമയം കേരള ക്രിക്കറ്റ് ലീഗ് ഈ മാസം 23 ആരംഭിക്കും. ദുലീപ് ട്രോഫിയും 23 ആരംഭിക്കും. സഞ്ജു ഇത്തരം ആഭ്യന്തര ടൂർണമെൻറ്റുകൾ കളിക്കാതിരിക്കുമ്പോൾ വലിയ ഇടവേള ഉണ്ടാവുകയും ഫോമിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ടീമിലെ സീറ്റ് പോകാനുള്ള സാധ്യത ശക്തമാകുകയും ചെയ്യും. സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുന്നതിൽ പല പ്രമുഖർക്കും താല്പര്യമില്ല. പ്രധാനപ്പെട്ട സെലക്ടർമാരടക്കം ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ സഞ്ജു ടീമിൽ നിലനിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടത്. എന്നാൽ സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ സെലക്ടർമാർക്ക് സമീപകാല ഫോം ചൂണ്ടിക്കാട്ടി സഞ്ജുവിൻ്റെ വരവിനെ തടയാനാകും. സഞ്ജുവിന് സമീപകാലത്തായി കാര്യമായ പ്രകടനം നടത്താനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറിയേക്കും. ഇഷാൻ കിഷനും വൈഭവ് സൂര്യവംശിയും സഞ്ജുവിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. രണ്ടുപേരും മികച്ച ഫോമിൽ കളിക്കുന്നുമുണ്ട്. ഇവർ ആഭ്യന്തര ക്രിക്കറ്റിലും കളിക്കുന്നുണ്ട്. ദുലീപ് ട്രോഫിയിൽ ഇഷാൻ ക്യാപ്റ്റനും വൈഭവ് വൈസ് ക്യാപ്റ്റനുമാണ്. രണ്ടുപേരും മികച്ച പ്രകടനത്തോടെ കസറിയാൽ സഞ്ജു സാംസണ് കാര്യങ്ങൾ എളുപ്പമാകില്ല. സഞ്ജുവിൻ്റെ ഇന്ത്യൻ ടീമിലെ സീറ്റിനെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയാകുന്നത്. വൈഭവിനെ ഓപ്പണറായി വളർത്താൻ ടീം മാനേജ്മെൻറ്റിന് താല്പര്യവുമുണ്ട്. ഇഷാൻ കിഷൻ 3-ാം നമ്പറിലും വിക്കറ്റ് കീപ്പർ റോളിലും ശോഭിക്കുന്ന താരവുമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാകാത്തത് താരത്തിന് തന്നെ തിരിച്ചടിയാകുമെന്ന് പറയാം.